ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് എനിക്കൊരു ക്ലാപ്പ് കിട്ടി. അത് ഭയങ്കര എൻകറേജിങ് ആയിരുന്നു. സാധാരണ ഇപ്പൊ ഒരെണ്ണം കഴിഞ്ഞാൽ ടേക്ക് പോവും, വീണ്ടും ടേക്ക് പോവും, അങ്ങനെയായിരുന്നു. അപ്പം ഒരു എൻകറേജ്മെന്റ് കിട്ടുമ്പോൾ അത് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ചെയ്തതിന് ഒരു റിസൾട്ട് കണ്ടു, അതും ഒറ്റ ഷോട്ടിൽ ശരിയായി ക്ലാപ്പ് കിട്ടിയപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം. അത് ഞാൻ എപ്പോഴും ഓർത്തിരിക്കും. അതുപോലെ വേറൊരു ഞാൻ ഫസ്റ്റ് ഒരു മെരിച്ചേട്ടനല്ല, അച്ഛൻ്റെ ക്യാരക്ടറാണ്. ഞാൻ രണ്ടാമത് വന്നപ്പോൾ കുറെ ആൾക്കാർ മാറി. അപ്പൊ ഞാൻ ഉറപ്പിച്ചു ഞാനും മാറും. ആ മൂഡിൽ രണ്ടാമത് ഞാൻ വീട്ടിൽ നിന്ന് അച്ഛനോട് അമ്മയോടും പറഞ്ഞു, ആരോടും പറയണ്ട, ഇറങ്ങുവാണെങ്കിൽ പറഞ്ഞാൽ മതി. മാരീഡ് ആയതുകൊണ്ട് വീട്ടിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, സപ്പോർട്ടീവ് ആണ്. എന്നെ ഏറ്റവും പുഷ് ചെയ്യുന്നത് ഹസ്ബൻഡ് തന്നെയാണ്. ഇപ്പൊ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്ന് ഓഡീഷന് പോവാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ പോണില്ല എന്നായിരുന്നു. വെറുതെ 15 ദിവസം സീരിയലായിട്ട് ഇവിടെ ബിസി ആണല്ലോ, അപ്പൊ അവിടെ ഫ്രീ ആയിട്ട് രക്ഷപ്പെട്ടു, ഫ്രീ ആയി. മമ്മീനൊക്കെ റിഹേഴ്സൽ സമയത്ത് ഡയലോഗ് പഠിക്കും. ഞാൻ റിഹേഴ്സൽ സമയത്ത് അഭിനയിച്ചു നോക്കും, ഡയലോഗ് പഠിക്കില്ല. ടേക്ക് പറയുമ്പോൾ ഇവർ റിഹേഴ്സലിൽ ചെയ്തതേ അല്ല ടേക്കിന് ചെയ്യുന്നത്, ഇവര് വേറെ എന്തൊക്കെയോ ചെയ്യും. ഞാൻ നോക്കിക്കൊണ്ടിരിക്കും, നീയും ഈ ഫ്രെയിമിലുണ്ട്, നീയും അഭിനയിക്കണം, ശരി. എന്നിട്ട് പിന്നെ റീടേക്ക് പോകും. അങ്ങനെ കുറെ റീടേക്ക് പോയിട്ടുണ്ട്. എരിച്ചേട്ടനൊക്കെ പ്രഡിക്റ്റബിൾ അല്ല, അൺപ്രഡിക്റ്റബിൾ ആണ്. ഇങ്ങനെ ഓരോ തവണയും വേറെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോ തവണ ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഞാനും ഫ്രെയിമിലുണ്ടാവും, ഡയറക്ടർ പിന്നെയും വിളിക്കും, നീ ഉണ്ടാ, നീ അഭിനയിക്കുക, ശരി. കാറ്റത്തെ കിളിക്കൂട്ടിലെ കുറച്ച് കുഞ്ഞു കിളികളാണ് എൻ്റെ കൂടെ ശരിക്കും ഉള്ളത്. നമ്മളിവിടെ ഇരിക്കുമ്പോൾ, നമ്മൾ ആ കഥയിലൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ വന്നു പോകുന്ന ഒരു സ്ഥലം അതെടുത്ത് പറയണം കേട്ടോ, അല്ലെങ്കിൽ ആയിരിക്കും ജിഞ്ചർ മീഡിയ എന്താ ഈ ഒരു സെറ്റപ്പിൽ ഇന്റർവ്യൂ തുടങ്ങിയെന്ന് ചിന്തിക്കും. ഇതാണ് ഞങ്ങളുടെ വീട്, വെൽക്കം ടു അവർ ഹൗസ് കിളിക്കൂട്. താങ്ക് യു. ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ, ബാക്കിൽ അതൊക്കെ കാണുമ്പോൾ മനസ്സിലായി കാണുമല്ലോ കിളിക്കൂട്ടിലെ വിശേഷം. മൊത്തത്തിൽ പറഞ്ഞല്ലോ ഒരു വിതിരിമ്പിച്ച അവസ്ഥ എന്ന് പറയുന്നത്. എന്നിട്ട് സീരിയൽ എങ്ങനെ വിതിരിമ്പിച്ചതാണോ? സീരിയൽ ആക്ച്വലി നല്ല രസമുള്ളൊരു സീരിയലാണ്. സീരിയലിന്റെ കഥ പോകുന്നതും കാര്യങ്ങളൊക്കെ, ഈ വീട് എങ്ങനെയാണെങ്കിലും ഇപ്പൊ സാധാരണ സീരിയലിനകത്തൊക്കെ കാണുന്നത് ഭയങ്കര റിച്ച് ആയിട്ടുള്ള പോഷ് ആയിട്ടുള്ള, ഞാൻ തന്നെ അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്, ഭയങ്കര റിച്ച് ആയിട്ടുള്ള ക്യാരക്ടറും കാര്യങ്ങളൊക്കെ. ഇങ്ങനെ ഒരു സംഭവം സീരിയലിനകത്ത് കുറവായിട്ടേ വന്നിട്ടുള്ളൂ. ദാരിദ്ര്യത്തിന്റെ ഇത് അതിന്റെ താഴെ പോകുന്ന ഒരു സംഭവമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നടക്കുന്ന കുറെ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ വർക്കിനകത്തുള്ളത്. ഈ ഇതില് ഈ പറഞ്ഞ പോലെ ഈ കുടുംബത്തിലേക്ക് അഞ്ച് ആൺതരികളോ അല്ലേ, അതിലേക്ക് 4 മക്കൾ, ഒരു അച്ഛൻ ഉൾപ്പെടെ ഈ വീട്ടിലേക്ക് വന്ന് കയറുകയാണ് അല്ലേ? എങ്ങനെയുണ്ട് ഈ വീടും പരിസരവും? ഇഷ്ടപ്പെട്ടോ? ഇതുവരെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല നമ്മള്. ഇപ്പോഴും ഞാൻ എന്റെ വീട്ടിലെ കഥകളും കാര്യങ്ങളും ആയിട്ടാണ് നടക്കുന്നത്. ഇനി വന്നു ചേരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം ഞാനും അമീനുമായിട്ടുള്ള കുറച്ച് കോമ്പിനേഷൻസ് ഒക്കെ ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ. അമീനെ പോലെ ഒരു റൊമാൻറ്റിക് ഹീറോയെ കിട്ടിയ റൊമാൻസിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. വിഷമത്തിലൊക്കെ ഒന്ന് സെറ്റാക്കി വരുന്നേ ഉള്ളൂ അല്ലേ? എന്നോട് തുടങ്ങുമ്പോ പറഞ്ഞത് അവരൊന്ന് പുകഴ്ത്തണേന്ന്, അതുകൊണ്ടാ. പറയൂ സുഹൃത്തേ, നിങ്ങൾ എങ്ങനെയാണ് ഈ കുടുംബത്തിലേക്ക്? ആക്ച്വലി ഷോർട്ട് ഫിലിം എഴുതുന്നുണ്ടായിരുന്നു ഫ്രീലാൻസ് ആയിട്ട്. വെബ് സീരീസ് ചെയ്തിട്ടുണ്ടല്ലോ. ഷോർട്ട് ഫിലിമില് ഒരു ചാൻസ് കിട്ടിയപ്പോൾ അഭിനയിച്ചു. അതുകൊണ്ട് ഇവിടെ വിളിച്ചപ്പോ ഏഷ്യാനെറ്റാണ്, എക്സൈറ്റ്മെന്റിലാണ് വന്നത്. ഇവിടെ വന്ന് കഴിയുമ്പോൾ എല്ലാവരും ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, ഞാൻ കാരണം കുഴപ്പമാവും എന്നുള്ളത്. പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ ഓഡീഷൻ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു പ്രതീക്ഷ വെക്കണ്ട, പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ശരി, അപ്പൊ എനിക്ക് ഉറപ്പായി എനിക്ക് കിട്ടില്ല. പിന്നെ കിട്ടിയാലും ഹാപ്പി, കിട്ടിയാലും ഹാപ്പി. ആ മൂഡിലാണ് തിരിച്ചുപോയി. അവിടെ ചെന്ന് കഴിയുമ്പോൾ 2 ദിവസം എന്നെ വിളിച്ചു, കൺഫേം ആയിട്ടുണ്ട് പോരെ. ഞാൻ ആരോടും പറഞ്ഞില്ല, നീ കൺഫേം ആയെന്ന് ഇവിടെ വന്നാൽ മാറിക്കഴിഞ്ഞാൽ നാണക്കേടല്ലേ, അതുകൊണ്ട് പിന്നെ പറഞ്ഞില്ല. ഇവിടെ വന്നു ഓക്കെ ആയി. പിന്നെ ഇവരൊക്കെ പെട്ടെന്ന് കമ്പനിയായി, അതുകൊണ്ട് ടെൻഷൻ മാറി. എക്സൈറ്റ്മെന്റ് ഇപ്പോഴും ഉണ്ട്. ഒരു സ്ഥിര നായിക എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ ഉത്തരവാദിത്തമായിട്ടൊക്കെ തോന്നുന്നുണ്ട്. കാരണം നമ്മള് ഏഷ്യാനെറ്റിലേക്ക് നായിക എന്ന് പറയുന്നത് ഒരു വലിയ റെസ്പോൺസ് ആണ്. ഭയങ്കര നമുക്കൊരു എന്നുവെച്ചാൽ ആളുകളിലേക്ക് അത്ര നല്ല രീതിയിൽ എത്താൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഏഷ്യാനെറ്റിലെ സീരിയലിലെ നായിക എന്ന് പറയുമ്പോൾ. ശരിക്കും അങ്ങനെ ആലോചിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടോ? ഉണ്ട്, വളരെയധികം ടെൻഷനുണ്ട്. ഇപ്പൊ ആലോചിക്കുമ്പോൾ സന്തോഷമുണ്ട്. ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും കിട്ടുന്നതല്ല. അവിടെ വരെ ഞാനിപ്പോ എത്തിയിട്ടുള്ളൂ. റിയാലിറ്റി എന്താന്ന് ഉള്ളതിലോട്ട് ഞാൻ എത്തിയിട്ടില്ല. ഇപ്പൊ എനിക്കൊരു സീൻ തരുന്നു, എന്റെ മാക്സിമം എഫോർട്ട് ഇട്ട് ചെയ്യുക എന്നുള്ളൊരിത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്തിയിട്ടേ ഉള്ളൂ. ഇനിയിപ്പോ എക്സാക്ട്ലി ഞാൻ വെയിറ്റിംഗ് ആണ്. ഈ IT പ്രൊഫഷണൽ ജോലിയും ഒക്കെ ആയിട്ട് നടക്കുമ്പോ ഈ സീരിയൽസ് ഒക്കെ ഫോളോ ചെയ്യാറുണ്ടായിരുന്നു നേരത്തെ? സത്യസന്ധമായി ചോദിച്ചാൽ പറഞ്ഞ പോലെ നമുക്ക് ജോലിയും കാര്യങ്ങളും ആകുമ്പോ എപ്പോഴും എല്ലാം സീരിയലിലും ഈവൻ സിനിമയും ഞാൻ അങ്ങനെ ഒരുപാട് കാണുന്ന ഒരാളല്ല. ഇപ്പൊ നല്ലൊരു മൂവി വന്നു,
അങ്ങനെ ഉണ്ടെങ്കിലാണ് ഞാൻ പോയി കണ്ടുകൊണ്ടിരുന്നത്. ഈവൻ പാട്ട് കേൾക്കുക അങ്ങനത്തെ ഒരു ടച്ചിലോട്ട് ഞാൻ അങ്ങനെ പോകാറേ ഇല്ലായിരുന്നു. കരിയർ തന്നെയായിരുന്നു കുറച്ചുകൂടി ഫോക്കസ് ആയി പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇപ്പൊ ഇതിപ്പോ വന്നു, ഇതിലിപ്പോ ഞാൻ എന്റെ മാക്സിമം എഫോർട്ട് ഇട്ട് ബെറ്റർ ആക്കി ചെയ്യുക. ഇനി ഇതാണ് കരിയർ എന്നുള്ള ഇതിലോട്ട് ഈ സീരിയൽ നന്നായി ചെയ്യുക. കാരണം എന്റെ മാത്രം എഫോർട്ട് അല്ല, ഒത്തിരി പേരുടെ ഇത്രയും വലിയൊരു ബിഗ് പ്രൊജക്റ്റ് ആയിട്ടാണ് ഇവരെല്ലാവരും സംസാരിക്കുന്നത്. ഞാനാണ് ഇതിൽ ലാസ്റ്റ് ആയിട്ട് ആഡ് ഓൺ ആയി വന്ന ആള്. അപ്പം ഈ പറഞ്ഞ പോലെ വലിയ റെസ്പോൺസിബിലിറ്റി എനിക്കും ഉണ്ട്. അപ്പൊ ഞാൻ നല്ല എഫോർട്ട് ഇട്ട് ഇപ്പൊ ബെറ്റർ ആക്കിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം പേടിച്ചിരിക്കുകയായിരുന്നു ഇന്റർവ്യൂവിൽ എന്ത് പറയണേ, എന്ത് ചെയ്യും, എന്തൊക്കെയാ. ഇന്നലെ എന്റെ അടുത്ത് ചോദിച്ചു, ഞാൻ പറഞ്ഞു ഇന്നലെ വിജയ് എന്നെ വിളിച്ചില്ലേ, ഇങ്ങനെ ഞാൻ പറഞ്ഞു എന്റെ ഒരു കൂട്ടുകാരനുണ്ട്, അയ്യോ അവരെന്തൊക്കെയാ ചോദിക്കുക, ഞാൻ എന്താ പറയാ, ഞാൻ മിണ്ടാണ്ടിരിക്കട്ടോ, നിങ്ങൾ സംസാരിക്കുക, ഇങ്ങനെ പറഞ്ഞിട്ട് ആളിപ്പോ ഗാണ്ടം എനിക്കൊരു കാര്യം പറയാം. ഒന്നുമില്ല, തലവെച്ചൊക്കെ വീണാ മതി. അല്ല, അതിനൊരു അഭിനയം വേണല്ലോ ആദ്യം. അപ്പൊ ഞാൻ അതിനാദ്യം പ്ലാൻ ചെയ്യണം. ഓ ഇങ്ങനെ വേണം തലവെറ്റി വീഴാൻ. ഈ പടം എന്തൊരു ഓവറാണ്. ഒന്നുകൂടെ ചെയ്തോട്ടെ. ഈ നമ്മൾ സീരിയലിലോട്ട് ഒക്കെ ഈ പറഞ്ഞ ഓരോ സ്റ്റെപ്പാണ്. ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നു, അടുത്തൊരു ഈ പറഞ്ഞ സാറ്റലൈറ്റ് ലെവലിലോട്ട് എത്തി നിൽക്കുന്നു. വീട്ടിൽ ഇത് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല. പണിക്ക് പോടാ എങ്ങനെ രക്ഷപ്പെട്ട് കണ്ടാ മതി. ഞാൻ ഒരു മോനാണ്, ഒറ്റ കുട്ടിയോട്. എന്തിനാണ് ഇതിൽ കൂടുതൽ? അപ്പൊ എന്നോട് അവരുടെ പോയിന്റ് ഓഫ് വ്യൂല് എങ്ങനെയാണ് രക്ഷപ്പെട്ടാ മതി, ഇന്ന രീതി പഠിക്കണം എന്ന് ചെയ്യണം അങ്ങനെ പറയാറില്ല. സീരിയൽ കിട്ടി, ഓക്കെ. ഷോർട്ട് ഫിലിം ചെയ്യണം, ഓക്കെ. അങ്ങനെ നീ നന്നായി കണ്ടാ മതി. ഒറ്റ എനിക്കറിയില്ല, രക്ഷപ്പെട്ട് കാണണമെന്നുണ്ട്, അത്രേ ഉള്ളൂ. സീരിയലൊക്കെ ഫോളോ ചെയ്യാറുണ്ടായിരുന്നു, കാണാറുണ്ട്? ഞാൻ ചെയ്യാറില്ല, അമ്മ സീരിയൽ കാണാറുണ്ട്. അമ്മ ഇപ്പൊ സീരിയൽ കാണും. ഫസ്റ്റ് ഷോട്ട് എന്തായിരുന്നു വന്ന് ചെയ്തത്? അച്ഛനെ തല്ലണം. എനിക്ക് അതാണ് ഈ എതുചേട്ടന്റെ കൂടെ അഭിനയിക്കുമ്പോൾ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവര് റിഹേഴ്സൽ സമയത്ത് ഫസ്റ്റ് റിഹേഴ്സൽ വരും. അപ്പൊ അമീൻചേട്ടനൊക്കെ റിഹേഴ്സൽ സമയത്ത് ഡയലോഗ് പഠിക്കും. ഞാൻ റിഹേഴ്സൽ സമയത്ത് അഭിനയിച്ചു നോക്കും, ഒന്നും ഡയലോഗ് പഠിക്കില്ല. ടേക്ക് പറയുമ്പോ ഇവർ റിഹേഴ്സലിന് ചെയ്തതേ അല്ല ടേക്കിന് ചെയ്യണത്, ഇവര് വേറെ എന്തൊക്കെയോ ചെയ്യും. അപ്പൊ ഞാൻ നോക്കിക്കൊണ്ടിരിക്കും, നീയും ഈ ഫ്രെയിമിലുണ്ട്, നീയും അഭിനയിക്കണം. ശരി, എന്നിട്ട് പിന്നെ റീടേക്ക് പോകും. അങ്ങനെ കുറെ റീടേക്ക് പോയിട്ടുണ്ട്. ഇത് ചേട്ടനൊക്കെ പ്രഡിക്റ്റബിൾ അല്ല, അൺപ്രഡിക്റ്റബിൾ ആണ്. ഇങ്ങനെ ഓരോ തവണയും വേറെ ചെയ്തോണ്ടിരിക്കും. അപ്പൊ ഓരോ തവണ ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഞാൻ ഫ്രെയിമിലുണ്ടാവും, ഡയറക്ടർ പിന്നെയും വിളിക്കും, നീ ഉണ്ടാ, നീ അഭിനയിക്കുക. ശരി, അങ്ങനെ അതാണ് ലൈറ്റ് സ്റ്റാൻഡ് സെയിം സജഷനിലേക്ക് അനങ്ങാണ്ടിരിക്കും, വെറുതെ നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ എനിക്ക് മനസ്സിലായി, പിന്നെ ഇവരെ നോക്കാറില്ല, ഇവരെ പെട്ടു. പക്ഷെ നല്ല രീതിയിൽ പിന്നെ ഇതൊക്കെ കണ്ട് കറക്റ്റ് ആണെങ്കിലും നികേഷ് ആണെങ്കിലും നല്ല രീതിയിൽ അല്ല ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തെ ചൂസ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഇവർ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഷോർട്ട് ഫിലിംസിനാണെങ്കിലും നല്ല രീതിയിൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ആളാണ്. അപ്പൊ ഇനി വരുമ്പോ ഈ പറഞ്ഞൊരു മികച്ച മലയാളത്തിൽ തന്നെ മികച്ച നടനായി വരും എന്ന് എനിക്കൊരു പ്രതീക്ഷ. അങ്ങനെ സംഭവിക്കട്ടല്ലേ? മറ്റേ തമ്മയിലൊക്കെ വെച്ചോളാം ഞാൻ. അങ്ങനെ ഈ പറഞ്ഞ പോലെ നമ്മള് പ്രത്യേകിച്ച് സീരിയലൊക്കെ ആകുമ്പോൾ ഒരു മാസം 15 ദിവസം എനിക്കൊന്ന് ഫാമിലിയെക്കാട്ടിൽ കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് എവിടാണ്? ഇവരുമായിട്ടാണ്. ത്രൂ ഔട്ട് വരുന്ന ഇപ്പം തുടക്കമാണ്, ഇത് 2 വർഷം 3 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് അത്രയും ബോണ്ടിങ്ങും കാര്യങ്ങൾ വരും. നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന ഒരു സൗഹൃദം എങ്ങനെയാ ശരിക്കും സീരിയലിന്റെ സെറ്റിൽ ഉണ്ടാകുന്ന സൗഹൃദങ്ങള്? എന്താ പറയാ, ലൈക്ക് എ ഫാമിലി ഒരു വല്ലാത്തൊരു ബോണ്ടാണ്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇത് മിസ് ചെയ്യും. ഞാൻ ഇവനും നവനീതിന് മെസ്സേജ് അയച്ചായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. കുറച്ച് കൂടുതൽ ദിവസങ്ങൾ നമ്മളുണ്ടായി. ഇപ്പം ഞാൻ പറഞ്ഞ മച്ചാ എവിടെയാണ്, മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചിലത് നേരെ തിരിഞ്ഞും വരും കേട്ടോ, ചിലത് 15 ദിവസം ഇവിടെ വരും. കാരണം ഈ കുടുംബമാകുമ്പോൾ അവിടെ രണ്ട് രീതിയിൽ അടുപ്പം ഉണ്ടാവും, അടി ഉണ്ടാവും, രണ്ടും ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരാനേ തോന്നൂല ചിലപ്പോൾ. അങ്ങനത്തെ സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ആർട്ടിസ്റ്റുകളെല്ലാം ഞാൻ പറഞ്ഞ മൊത്തത്തിലെല്ലാം മനുഷ്യരാണ്. അതെ അതെ. അപ്പൊ ഇത് നല്ല സൗഹൃദങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഈ സെറ്റിലാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് നമ്മളെല്ലാവരും ഇപ്പൊ ഇവിടെ ഉള്ളത്. അപ്പൊ ആ ഒരു സൗഹൃദം ഇനി എത്ര വർഷങ്ങൾ പോകുന്നു അത് കൂടുക എന്നല്ലാണ്ട് കുറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ബേസിക് ക്യാരക്ടർ എല്ലാവരെയും ഞങ്ങൾ ഒരേ വൈബിലുള്ള ആൾക്കാരാണ്. അതൊരു ബ്ലെസ്സിങ് ആയിട്ട് തോന്നുന്നു. എനിക്ക് ഏകദേശം ഒരു പ്രായം ചേട്ടനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഫാമിലി എന്താ ശരിക്കും സത്യം പ്രായക്കുറവാ. അതെ, ഒരു ഏതാണ്ട് കൂടുതലുണ്ടെങ്കിൽ അവനുണ്ടെന്നേ ഉള്ളൂ അല്ലേ?
ശരിക്കും ശരിക്കും എല്ലാരും 90s കിഡ്സ് ആണ്, ഒരുത്തനൊഴികെ നവനീത്. പക്ഷെ അവനാണെങ്കിൽ അറ്റത്ത് നിൽക്കണം, 2000 ഇവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്ത് അവിടെ ആ ഒരു ലെവലിലാണ്. അല്ല അവൻ 2000 2000 നവനീത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഇടയിലുള്ളൊരു മൂന്നാമത്തെ ആള്. ഈ ഇവിടെ വന്നിട്ട് ഈ പറഞ്ഞ പോലെ ഒരു സൗഹൃദം ഉണ്ടായി, ഇത്രയും കുറച്ച് നാളുകൾ കൊണ്ട് ഓർത്തു വെക്കുന്ന ഒരു അനുഭവം എന്താ? അതായത് നല്ലൊരു ഫീൽ നമുക്ക് വളരെ പോസിറ്റീവ്. അതായത് ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് എനിക്കൊരു ക്ലാപ്പ് കിട്ടി. അപ്പൊ അത് ഭയങ്കര എൻകറേജിങ് ആയിരുന്നു. സാധാരണ ഇപ്പൊ ഒരെണ്ണം കഴിഞ്ഞാൽ ടേക്ക് പോവും, വീണ്ടും ടേക്ക് പോവും, അങ്ങനെയായിരുന്നു. അപ്പം ഒരു എൻകറേജ്മെന്റ് കിട്ടുമ്പോൾ അത് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ചെയ്തതിന് ഒരു റിസൾട്ട് കണ്ടു, അതും ഒറ്റ ഷോട്ടിൽ ശരിയായി. ഒറ്റ ഷോട്ടിൽ ശരിയായി ക്ലാപ്പ് കിട്ടിയപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം. അത് ഞാൻ എപ്പോഴും ഓർത്തിരിക്കും. അതുപോലെ വേറൊരു അതിന് കിട്ടാറുണ്ട്. അതല്ല എങ്ങനെ അനുഭവങ്ങൾ എന്തെങ്കിലും? ഇത് തന്നെ കയ്യടി കിട്ടിയിട്ടുണ്ട്. അത് ഭയങ്കര എൻകറേജിങ് ആയിരുന്നു. അത് രാത്രിയായിരുന്നു ഷൂട്ട്. അപ്പൊ എല്ലാരും പറഞ്ഞു ഓക്കെ ബ്രെഡും ചായം പറഞ്ഞു അവനാ ചെയ്യാൻ പോണത്, താമസിക്കുന്നു. പക്ഷെ അത് ഒറ്റയ്ക്ക് ശരിയായി. അപ്പൊ എല്ലാവരും കൈയടിച്ചു. അപ്പൊ എനിക്ക് ഭയങ്കര എനിക്കൊന്ന് പ്രൊഫഷണലായിരിക്കും കൈയടിച്ചത്. ഹാപ്പി നേരത്തെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടോ ലൈക്ക് പറയാനൊരു? ഇല്ല, ഇതേപോലത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മള് കൈയടി നമുക്ക് സ്ഥിരം കിട്ടുന്നുണ്ട്, കിട്ടാറുണ്ട് ഏതെങ്കിലും സാഹചര്യങ്ങളോട് അപ്രിസിയേഷൻ. പിന്നെ എനിക്ക് സന്തോഷം കിട്ടുന്ന വേറൊരാൾ, നമ്മൾ ആദ്യം ഇങ്ങനെ ഗൈഡ് ചെയ്തിരുന്ന ഒരാള് വന്ന് രണ്ടാമത് എടാ നീ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ക്ലിയർ. എൻ്റെ ഫസ്റ്റ് വർക്കിന്റെ ക്യാമറാമാൻ ഹരി എന്ന് പറയുന്ന ചേട്ടനായിരുന്നു. അപ്പൊ ഹരിച്ചേട്ടന് എനിക്ക് ഒന്നും അറിയാണ്ട് ഞാൻ നിൽക്കുന്നത്. നമ്മൾ ഏറ്റവും ബേസിക്കായിട്ട് പറയുന്നത്, നമ്മൾ ആങ്കർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വൈഡ് സ്പേസ് നമുക്ക് ഇളകിയിട്ടൊക്കെ ചെയ്യാം. ഇത് ക്ലോസിൽ ഇമോഷൻസ് വെക്കാന്ന് പറയുന്നത് നമുക്ക് അനങ്ങാൻ പറ്റില്ല. നമുക്ക് മൂവ് ചെയ്യാനുള്ള ഒരു സ്പേസ് അവിടെ ഇല്ല. അപ്പൊ അത് എന്നെ ഒരുപാട് കുഴപ്പത്തിൽ ചാടിച്ചിട്ടുണ്ടായിരുന്നു ഈ ആങ്കറിംഗ് എന്ന് വരുന്ന കാരണം. അപ്പോൾ അങ്ങനെയുള്ള അത് തൊട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ഹരി എന്ന് പറയുന്ന ചേട്ടനെ ഫസ്റ്റ് ഒരുപാട് കാര്യങ്ങൾ ഗൈഡ് ചെയ്ത് തന്നു. പിന്നെ അതൊക്കെ എന്നെ ഞാനത് മാറ്റിയതിന് ശേഷം പുള്ളി എന്നെ ആ കാര്യത്തിൽ അപ്രിഷിയേറ്റ് ചെയ്തു. പല കാര്യങ്ങളുള്ളത് നീ അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പഴയ വീഡിയോസും കാണിച്ചു തന്ന് ഇപ്പോൾ അത് കമ്പയർ ചെയ്ത് നമ്മളെ ഗൈഡ് ചെയ്യുന്നതിനകത്ത് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്കത് ഭയങ്കര ഓക്കെ. അപ്പൊ ഇനിയും അടുത്ത സാധനങ്ങളും ഇനിയുള്ള പ്രശ്നങ്ങളും കൂടെ എനിക്കത് കവർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ്. ഈ പണ്ടുള്ള ഒരു ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അങ്ങനെ സംഭവമേ കാണുന്നില്ല. കാരണം പണ്ട് ഈ സീരിയലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് സിനിമയിലൊരു ടെൻഷൻ സ്വാഭാവികമായിട്ട് ഈ നടന്മാർക്ക് ഉണ്ടാവുന്ന ഒരു സാധന. ഇപ്പൊ അത് അങ്ങനെ പൊതുവെ കാണാറില്ല. ആ ടെൻഷൻ അമീനുണ്ടോ? ഞാനിപ്പോ ആങ്കറിംഗ് ആണെങ്കിലോ സീരിയലാണെങ്കിലോ ഇവന്റ് ആണെങ്കിലോ എനിക്ക് ജീവിച്ചു പോയാൽ മതി. ഞാൻ നാളെ ഇതേപോലെ വിജയുടെ മറ്റേ ഇത് സ്വാഭാവികമായി അവിടെ അത് ഇങ്ങോട്ടൊക്കെ ബാക്കിയുള്ള പണി കളയാൻ വേണ്ടി നിന്റെ അഭിനയം നന്നാവും നമ്മുടെ സീരിയലിൽ തന്നെ തുടർന്നാ മതി. അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അങ്ങ് ഒരു ഓളത്തിൽ ലൈഫിൽ ഇതുവരെ ഉള്ളതൊക്കെ അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു. എനിക്ക് ദൈവം സഹായിച്ചു ഓരോരോ നല്ല കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അമ്മീനെ ഞാനൊരു ടാസ്ക് എന്നാ ചെയ്യോ? കണ്ടന്റ് ഓർഡറാക്കി മതി. നമ്മുടെ ആവശ്യം സൊസൈറ്റിയുടെ ആവശ്യത്തിന് അപ്പൊ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു. ഒന്നുമില്ല, ഫോൺ എടുക്കുക, നിങ്ങളുടെ ഭാര്യയെ വിളിക്കുക, നമ്മുടെ സീരിയൽ തുടങ്ങുന്ന കാര്യം പറയാ. വേറെ പറ്റില്ല. അല്ല ഇപ്പൊ പറയും വേറെ ആരെങ്കിലും ആയിരുന്നെന്ന് മതിയെന്ന് പറയും. ഇപ്പൊ ഫോൺ എടുത്ത് കഴിയുമ്പോ സ്വന്തം ഭാര്യ തന്നെ വിളിക്കണേ. ലൗഡ് സ്പീക്കർ ഇടോ സുഹൃത്തെ പ്ലീസ്. പണ്ട് മറ്റേ കാളിദാസന്റെ ഒരു വീഡിയോ വൈറലായിരുന്നു. വൈഫ് വിളിക്കുന്നു പറ ബേബി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അതുപോലൊരു സാധനം വൈറലാകും. എവിടെയാണ് വീട്ടിൽ കയറാൻ വയ്യെന്ന് ചോദിക്കും. ഞാൻ വെറുതെ പറയണല്ലോ. പേര് നോക്കണ്ട, അത് വീട്ടിൽ വിളിക്കുന്ന പേര് അങ്ങനെയാ. എന്താ എടുക്കാത്ത? അയ്യോടാ എടുക്കുന്നില്ലടാ. ഇല്ല ഇതുണ്ടല്ലോ, ഞാൻ 10 തിരിച്ചു വിളിച്ചാൽ കിട്ടൂല. ആക്ച്വലി അങ്ങനത്തെ പ്രശ്നമുണ്ട്. അങ്ങനത്തെ പ്രശ്നമുള്ള ഒരാളാണ്. തിരിച്ച് അമീൻ എങ്ങനെയാ?
ഞാനും അങ്ങനെ ആയിരുന്നു. പിന്നെ എനിക്ക് ഇത് ഞാൻ എന്റെ നിങ്ങൾ പരസ്പരം എപ്പോഴാ സംസാരിക്കുന്നത്? അതാണ് പ്രശ്നം. വർക്ക് റിലേറ്റഡ് ആയിട്ട് മാറി നിൽക്കുന്ന സമയത്ത് രണ്ടുപേരും ഫോൺ, ഇപ്പൊ ഞാനാണെങ്കിലും ഷൂട്ട് നടക്കുന്ന സമയത്ത് ഫോൺ എവിടെയെങ്കിലും അവളാണെങ്കിലും ഫോൺ, നമ്മൾ അതിനകത്തോട്ടാണ് ഫുള്ള് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുള്ളൂ. പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞാൽ രാത്രിയാണ് ഞങ്ങൾ ടെക്സ്റ്റിങ്ങും കോളിങ്ങും കാര്യങ്ങളൊക്കെ. ഈ പറഞ്ഞ പോലെ അമീൻ ഈ സെലിബ്രിറ്റിയാണ് കല്യാണം കഴിച്ചത്. എന്താ ശരിക്കും ഒരു സെലിബ്രിറ്റിയെ കല്യാണം കഴിച്ചപ്പോ അമീന് തോന്നുന്നത്? ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാം? പ്രശ്നമായിട്ട് അയ്യോ അത് ഇപ്പൊ ഞാനവളും കൂടെ പ്രശ്നം എന്താണെന്ന് അറിയോ? ഓക്കെ പറഞ്ഞ അമീൻ, താങ്കടാ കാര്യത്തിലൊക്കെ. ഇനി നീ എന്ത് പറഞ്ഞാലും എനിക്ക് ഇഷ്ടമല്ല. ഇപ്പൊ നമ്മളൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പൊ ഹറിബറി ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അവള് ഡ്രൈവ് ചെയ്യൂല. അപ്പം ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, അവള് പാസഞ്ചർ സീറ്റിൽ ഇരിക്കുന്നു. ഈവൻ ഒരു വെള്ളം കുടിക്കാനോ എന്തെങ്കിലും സാധനം വാങ്ങിക്കാനോ കടയിലേക്ക് എനിക്ക് വിടാൻ പറ്റൂല. പോയി കഴിഞ്ഞാൽ അവിടെ ആരെങ്കിലും പരിചയക്കാരുണ്ടാവും, അവരായിട്ട് കഥയൊക്കെ പറഞ്ഞ് സ്വാഭാവികമായിട്ട് കുറച്ച് സമയം അവിടെ പോകും. നമുക്കാണെങ്കിൽ ഇത് എങ്ങനെയെങ്കിലും ട്രാഫിക് ആവുന്നതിന് മുന്നേ എത്തുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാൻ വണ്ടി നിർത്തി ഞാൻ തന്നെ ഇറങ്ങി ഞാൻ തന്നെ പോയി വാങ്ങി ബില്ലടിച്ച് കൊണ്ടുവന്ന് അടുത്ത പോണം, എന്നാലേ കാര്യം നടക്കുള്ളൂ. ഇല്ലെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയി പോകും. അതാണ് ഒരു പ്രശ്നമായിട്ട് ഞാൻ പറഞ്ഞത്. അത് പക്ഷെ ഒരു തരത്തിൽ നോക്കുമ്പോൾ അത് സന്തോഷമുള്ള കാര്യമാണ്. പേഴ്സണൽ ലൈഫിൽ അതൊരു ബുദ്ധിമുട്ട് ആയിട്ട് വരുന്നുണ്ട്.